സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മമ്മൂക്കയെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളെ പറ്റിയെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനിടയിൽ മമ്മൂക്ക ഈ വിഷയങ്ങളെ ഒന്നും മമ്മൂക്ക ബോധേഡായിരുന്നില്ല, മമ്മൂക്ക അതിനെപ്പറ്റി ഒന്നും വറീഡായിരുന്നില്ല, മമ്മൂക്ക അതിനൊന്നും ഒരു വില കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അപ്പോൾ മമ്മൂക്ക നീണ്ട 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് തിരികെ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നാലെ മമ്മൂക്കയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ഒരു RSS നേതാവ് മമ്മൂട്ടിയുടെ പേരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം സമർപ്പിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയും നമ്മൾ കണ്ടതാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തി RSS നേതാവ് ജയകുമാർ. ഇത് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശശികല ടീച്ചർ എന്നവരെ വിളിക്കാനായിട്ട് എനിക്ക് അത്ര ഇത് വരുന്നൊന്നുമല്ല. ശശികല ചെയ്തതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും അതവിടെ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പം ഞാൻ പല ചാനലുകളിലും പല ആളുകളും വീഡിയോ ചെയ്തിരിക്കുന്നത് ശശികല എന്ന് പറയുന്ന ഒരു വിഷകലയാണ്. മമ്മൂക്കയുടെ ആ ഒരു പേരിൽ വഴിപാട് നടത്തിയതിൽ ശശികലയ്ക്ക് വലിയ അതൃപ്തിയാണ്. ശശികല മമ്മൂക്ക ആ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ പേരിൽ ഒരു വഴിപാട് നടത്തിയതിൻ്റെ ഒരു വിമുഖത അവർ ഈ പോസ്റ്റുകളിൽ കൂടി, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടി വലിച്ചു കീറിക്കൊണ്ട് അല്ലെ വരച്ച് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളത്, എന്ത് ലോജിക്കാണ് നിങ്ങൾ പറയുന്നത്? അഭിപ്രായങ്ങൾ കൊണ്ട് എനിക്ക് ഒരിക്കലും ഈ ശശികല എന്ന് പറയുന്ന സ്ത്രീയോട് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. അതേപോലെ നമ്മൾ അവരെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു നിലവാരമില്ലാത്ത വെറും ഒരു സ്ത്രീ മാത്രമാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടിരിക്കുന്ന ഈ പറയുന്ന KP ശശികല. ഈ ശശികലയെ ഒരിക്കലും, ഞാനൊരു ഹിന്ദു തന്നെയാണ്, ഞാൻ ഒരിക്കലും ശശികല വലിയ ഹിന്ദുവിൻ്റെ വലിയ മറ്റിടത്തൊരാളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. അവരെവിടെയോ ഏതോ ഒരു സംഘടനയിൽ ഇരിക്കുന്നു, നമ്മൾ തൊഴുത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് നമ്മളും പോകുന്നു. വിശ്വാസങ്ങളൊക്കെ ആവശ്യത്തിന് നല്ലതാണ്, അതിനായിട്ട് ഒരാളെയും ദൈവം ഏർപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ഒരു ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സ്ഥാനത്ത് നിങ്ങളിരിക്കണം, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാൾ വേണം എന്നൊന്നും ദൈവം ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. വെറുതെ ഓരോ സംഘടന ഉണ്ടാക്കി ഒരു പണിയും ഇല്ലാതെ കുറേ എണ്ണം ഇരിക്കുന്നു. ആ കൂട്ടത്തിൽ മാത്രമേ ശശികല ഞാൻ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ശശികല ഈ മമ്മൂട്ടി മുസൽമാൻ ആയതുകൊണ്ടും മമ്മൂട്ടിയുടെ പേരിൽ ആ വഴിപാട് ഒരു RSS നേതാവ് നടത്തിയത് കൊണ്ടുമാണോ ഈ വിമുഖത കാണിച്ചതെന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. കാരണം ശശികല പറഞ്ഞത്, ഇന്നിപ്പോൾ നമുക്കറിയാം ശബരിമല വിഷയത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡ് കാണിച്ചിട്ടുള്ള തിരിമറികളും വൃത്തികേടുകളും, ദൈവത്തിന് കിട്ടിയിരിക്കുന്ന പണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വർണം, ദൈവത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ, അതായത് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്ന കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന വഴിപാട് ഇനത്തിൽ സമർപ്പിക്കുന്ന പണവും പണ്ടങ്ങളുമെല്ലാം മറിച്ച് വിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ്. ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മ. അതിന് ദേവസ്വം ബോർഡാണ് മുന്നിൽ നിൽക്കുന്നത്. ദേവസ്വം ബോർഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ദേവസ്വം ബോർഡ് തന്നെ അവിടുത്തെ തിരുമേനിമാരെയും അവിടെ ഇരിക്കുന്ന കഴകം, അവിടെയുള്ള എല്ലാവരെയും ദേവസ്വം ബോർഡ് തന്നെയാണ് തീരുമാനിക്കുക. അവരുടെ അധീനതയിലാണ് എല്ലാ കാര്യങ്ങളും. അവർ വിചാരിക്കുന്ന പോലെയുള്ളൊരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടേക്ക് വേറൊരാൾക്ക് ഒരു പ്രവേശനമില്ല. അവരുടെ ഡേറ്റാസ് ചെക്ക് ചെയ്യാനൊന്നും പുറത്തുനിന്ന് ഒരാളെ സമ്മതിക്കത്തില്ല. ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ ഏറ്റവും വലിയ അഴിമതി വീരന്മാരായതുകൊണ്ട് തന്നെയും അവന്മാർ തന്നെ ചെയ്യുന്ന പ്രശ്നങ്ങളായതുകൊണ്ട്, അല്ല അവന്മാർ തന്നെ ചെയ്യുന്ന കള്ളത്തരമായതുകൊണ്ടും അത് പുറത്തേക്ക് വിടില്ല. എന്നാൽ ആ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും, എന്നാൽ അതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ സുഹൃത്തുക്കളെ, അവരുടെയും ഒരു കടന്നുകയറ്റം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഒരു കുറ്റക്കാരനാക്കി അങ്ങനത്തെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കെ വീണ്ടും ഒരു പൊന്നിൻകുട സമർപ്പണം കൂടി വരുമ്പോൾ അതും നാളെ അവിടെ കണ്ടാൽ മതിയായിരുന്നു എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. അല്ലാതെ അവരൊരിക്കലും മമ്മൂട്ടിയെ കളയാക്കിക്കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വീഡിയോ ചെയ്യുന്നവർ അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും മാത്രം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നതും അത് തന്നെയാണ് സത്യം. കാരണം അവർ പറയാത്തൊരു കാര്യത്തെപ്പറ്റി വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഈ ചാനലിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാട് ഈ പറയുന്ന ശശികല ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ശരിയാണ്, ശശികലയുടെ പ്രഥമ ദൃഷ്ടിയാൽ അവരുടെ ഈ പറയുന്ന ചിന്താഗതികളും അവരുടെയൊക്കെ മനസ്സിലുള്ള ജാതി വർണ്ണ വിവേചനങ്ങളുമൊക്കെ അല്ലെങ്കിൽ ജാതി വർണ്ണ ബോധങ്ങളുമൊക്കെ നമ്മൾ വേടൻ്റെ വിഷയത്തിൽ കണ്ടതാണ്. അവരുടെ വായിൽ നിന്ന് വിഷം തുപ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരെ ഒരിക്കലും ടീച്ചറെന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കില്ല, അല്ലെ ടീച്ചറെന്ന് വിളിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൻ്റെ മുൻപിൽ വരുന്ന കുട്ടികളുടെ മനസ്സിലെ അന്ധകാരം മാറ്റുന്നവരാണ് ടീച്ചേഴ്സ്, അധ്യാപകർ, അല്ലേ?
അതായത് ഒരു ദൈവം തന്നെയാണ്, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ ആ ഒരു സങ്കല്പത്തിലുള്ള ആളുകൾ തന്നെയാണ് അധ്യാപകർ. അപ്പോൾ ആ അധ്യാപകരുടെ മനസ്സിൽ തന്നെ കറ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ മനസ്സിലുള്ള കറ വന്നിട്ട് അവരത് പുറത്തേക്ക് ഇങ്ങനെ തുപ്പുകയാണ്, അവരുടെ വിഷം ഇങ്ങനെ പുറത്തേക്ക് തുപ്പുകയാണ്. ഈ പറയുന്ന മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. പക്ഷേ അവരുടെ മനസ്സിലുള്ള ഈ ജാതീയ ബോധമൊക്കെ വെച്ചുകൊണ്ട് അവർ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ അവരെ പറ്റി റിയാക്ട് ചെയ്താണ്, അവരുടെ സ്വഭാവം എന്താണെന്നും അവരുടെ ചിന്താഗതി എന്താണെന്നും അവരെന്ന് പറയുന്ന സ്ത്രീ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മൾ അതിനെപ്പറ്റിയും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശരിക്കും എനിക്ക് അതൃപ്തി മാത്രമേ ഉള്ളൂ. അതായത് അവർ പറയാത്തൊരു വിഷയത്തെ വളച്ചൊടിച്ചുകൊണ്ട് സ്വന്തം വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ സ്വന്തം ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറയാൻ പാടില്ല. അവർ ഈ പറയുന്ന മോഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ മോഷണങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ ശശികല പറഞ്ഞതിൽ ഒരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊന്നിൻകുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപയ്ക്കകത്തുള്ളൊരു വഴിപാടാണ് പൊന്നിൻകുടം. അതിൽ സ്വർണം പൂശാൻ വേണ്ടിയുള്ളൊരു വഴിപാടാണ്, അല്ലാതെ ഒരു പൊന്നിൻകുടം മുഴുവനായിട്ടൊന്നും കൊടുത്തതല്ല. അതവിടെ നാളെയും കാണുമോ അല്ലെ നാളെയും അവിടെ ഉണ്ടാവണമെന്ന് പറയാനും മാത്രം അത് വലിയൊരു താഴികക്കുടം ഒന്നുമല്ല, ഒരു വഴിപാട് മാത്രമാണ്. ആ ഒരു വഴിപാട് തന്നെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരു RSS നേതാവ്, നമുക്കറിയാം ആരാണ് RSS നേതാവ്, അവിടെയാണ് ശ്രദ്ധേയമായൊരു കാര്യമുള്ളത്. RSS നേതാവാണ് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ വഴിപാട് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ RSS നേതാക്കന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ സംഘിക്കുട്ടന്മാർ തന്നെയാണ് മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടത്. നമ്മളെല്ലാവരും കണ്ടതാണല്ലേ. അത് മമ്മൂക്കയെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്? ഒരിക്കലുമല്ല. മമ്മൂക്കയുടെ വീട്, മമ്മൂക്കയുടെ മക്കള്, മമ്മൂക്കയുടെ എല്ലാം ഫിനാൻഷ്യലി ഉള്ള എല്ലാ കാര്യങ്ങളെയും, അത്രയും പ്രായമായൊരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ ആ ഒരു കഴിവ്, അസാമാന്യമായിട്ടുള്ളൊരു കഴിവ് കണ്ടതുകൊണ്ട് തന്നെയും ആ കഴിവ് ഇനി ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ പകരം ലാലേട്ടനെ പൊക്കിക്കൊണ്ട് വരണമെന്നുള്ള സംഘികളുടെ താല്പര്യാർത്ഥം അവർ ചെയ്തു കൂട്ടിയ വെറും വൃത്തികെട്ട ചെറ്റത്തരം അല്ലെ തന്തയില്ലായ്മ മൂലം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അത് മമ്മൂക്ക വറീഡായിട്ടേ ഇല്ല, മമ്മൂക്ക അതിനെപ്പറ്റി ബോധേടേ അല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നുള്ളൊരു മൈൻഡാണ് പുള്ളിക്കാരന്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക, വ്യക്തിത്വമുള്ളൊരു മമ്മൂക്ക, ആ മമ്മൂക്കയെ പറ്റിയാണ് ഈ സംഘികൾ മെഴുകിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞതിൻ്റെ കാര്യം, അതേ സംഘികളുടെ കൂട്ടത്തിലുള്ള ഒരാണൊരുത്തൻ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് വഴിപാട് അർപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് എല്ലാവരും ഒരേപോലെ ചാണകം മെഴുകികളല്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ ചാണക സംഘികൾക്കും ഒരേ മൈൻഡ് അല്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു RSS നേതാവ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു നല്ല മനുഷ്യനെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു RSS നേതാവ്, കേവലം ഒരു RSS നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങനെ മാറ്റിക്കളയാൻ നമുക്ക് സാധിക്കുന്നതല്ല. എല്ലാവരും നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല. കുറേ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവന്മാരുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ, 100% എടുത്താൽ 50% നല്ലതും ബാക്കിയുള്ള 50% ചീത്തയുമായിരിക്കും. RSSൻ്റെ അല്ലെ സംഘികളുടെ കാര്യത്തിൽ 100ൽ 90% ചീത്തയും 10% മാത്രമായിരിക്കും നല്ലതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മനുഷ്യനാണ് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ വഴിപാടുകൾ അർപ്പിച്ചത്. മമ്മൂക്ക തന്നെ മമ്മൂക്കയുടെ ഒരു സിനിമയിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല ഞാൻ ഓർത്തെടുക്കുന്നത്. അതായത് ഞാനെപ്പം മരിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞാനെപ്പോൾ അകത്താവണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുക എന്ന് പറയുന്നത് പോലെ മമ്മൂക്കയുടെ ഏജ് എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ്. നിങ്ങൾ ആ മമ്മൂക്ക നടന്നു വന്നപ്പോൾ, മമ്മൂക്ക തിരികെ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പല ആളുകളും മെഴുകിയത് ആ മമ്മൂക്കയ്ക്ക് വാർദ്ധക്യം പിടിപെട്ടു, മമ്മൂക്കയ്ക്ക് നടക്കാൻ വയ്യാതെയായി, മമ്മൂക്ക ആ പഴയ ഒരു എല്ലാം പോയി എന്നൊക്കെയാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞ ഇത് മാത്രമാണ്. അതായത് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ പുറമേ കാണുമ്പോൾ നിങ്ങളിങ്ങനെ വിലയിരുത്താൻ പാടില്ല. കാരണം അവർ ക്യാമറയുടെ മുൻപിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആക്ഷൻ കട്ട് പറയുന്നത് വരെ അവിടെ വിസ്മയമായിരിക്കും മമ്മൂക്കയും മോഹൻലാലും ഒക്കെ തീർക്കുക. അങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളായതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്നും മെഗാ സ്റ്റാർ എന്നും വിളിക്കുന്നത്. ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന ആ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ ലാലേട്ടൻ ആ അമ്മയുടെ ഓർമ്മകളുടെ മുൻപിൽ വിതുമ്പിക്കൊണ്ട് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ജ്യേഷ്ഠനെ പോലെ തൻ്റെ അടുത്തിരുന്നുകൊണ്ട് ലാലേട്ടനെ നോക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ അടുത്തിരിക്കുന്ന ലാലേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ലാലേട്ടനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വാത്സല്യവും എല്ലാം നിറഞ്ഞ ഒരു ചേട്ടൻ്റെ ഒരു നോട്ടം, ആ നോട്ടം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. ആ വീഡിയോ കാണുമ്പോൾ ഈ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നവന്മാർ, മരവാഴകൾ, ഇതൊക്കെ ഒന്ന് കാണണം. അവർ തമ്മിൽ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ ഈ ഫാൻസാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും ആ കുത്തിത്തിരിപ്പിൽ കൂടി മമ്മൂക്ക ഫാൻസ് പോലും മോഹൻലാലിനെ വെറുക്കുന്ന, അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് പോലും മോഹൻലാലിനെ വെറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി സംഘികളുടെ കൂടെ കൂടിയതാണോ, സംഘികൾ അവരുടെ അടിമയാക്കിയതാണോ, അതോ ഇനി സംഘികളുടെ പണത്തിൻ്റെ ഒരു വലിപ്പം കണ്ടപ്പോൾ മോഹൻലാൽ അടിമയായതാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും നമുക്കൊരു സംശയം, അല്ലെങ്കിൽ ഇതുവരെ നമുക്കൊരു ഉറപ്പ് വന്നിട്ടില്ല. എന്തു തന്നെയാണെങ്കിലും ആ രീതിയിലൊന്നും ഒരുത്തൻ്റെയും മെഴുകലിലേക്ക് വീണു പോകാത്തൊരു മനുഷ്യനാണെന്നും ഒരു വ്യക്തിത്വം ഉള്ളവനാണ് മമ്മൂക്ക എന്നും ഈ ഒരു സമയത്ത് എടുത്തു പറയുകയാണ്. ഇനി നമുക്ക്
അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വരുന്നുണ്ട്. അതിൽ മമ്മൂക്കയുടെ പേരും ഓൾറെഡി ഉള്ളതാണ്. മമ്മൂക്കയ്ക്ക് കിട്ടേണ്ടതാണ്. മമ്മൂക്കയ്ക്ക് ഫാൽക്കെ അവാർഡ് കൊടുക്കാതെ സംഘികളുടെ മെഴുകലില്ല എന്നുണ്ടെങ്കിൽ ഇത് കിട്ടും. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രീതിയിലുള്ള അവരുടെ അധീനതയിൽ വരുന്ന അവാർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘികളുടെ മെഴുകലാണെന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും മമ്മൂക്കയ്ക്ക് കിട്ടില്ല എന്നുള്ളതും ഞാൻ എടുത്തു പറയുകയാണ്. സംഘികളുടെ മെഴുകൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടില്ല. അപ്പോൾ ഈ സംഘികൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികെട്ട പരിപാടികൾക്കെല്ലാം മമ്മൂക്ക ഒരു ദിവസം മറുപടി പറയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം മറുപടി പറയും. ആ മറുപടി നിങ്ങൾ കുറേ ആളുകൾ ഞാൻ ഈ മമ്മൂക്കയെ പറ്റി മോഹൻലാലിനെ പറ്റിയൊക്കെ വീഡിയോ ഇടുമ്പോൾ മോഹൻലാലിൻ്റെ അത്രയും ഒന്നും മമ്മൂക്ക എത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ അത്രയും മമ്മൂക്കയുടെ അഭിനയമില്ല എന്ന് പറയുന്നവരുണ്ട്. മോഹൻലാലിൻ്റെ ഇത്രയും സിനിമകൾ വിജയിച്ചു എന്ന് പറയുന്നവരുണ്ട്. ആ പറയുന്നവരാരും മോഹൻലാലിൻ്റെ എത്ര സിനിമകൾ പൊട്ടിയെന്നും മമ്മൂക്കയുടെ എത്ര സിനിമകൾ പൊട്ടിയെന്നൊന്നും പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം, മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ ഏജ് വെച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഏജ് വെച്ചിട്ടെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യടേ. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67-68 വയസ്സിനകത്തേ ഉള്ളൂ. എന്നാൽ മമ്മൂക്കയോ 74 വയസ്സാണ്. അത്രയും പ്രായത്തിൻ്റെ 9 വയസ്സിൻ്റെയോളം ഡിഫറൻസ് ഉണ്ട് മമ്മൂക്കയും ലാലേട്ടനും തമ്മിൽ. ആ ഒരു ഡിഫറൻസിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പലരും പറയാറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഏജ് ഒരു നമ്പർ ആണെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ വല്യച്ഛന്മാർ, അപ്പൂപ്പന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രായത്തിൽ എണീറ്റ് പോലും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പണമുണ്ട് ഒരു വേറെ സൈഡിൽ, അതിനെ കെയർ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. മമ്മൂക്ക അത്രയ്ക്ക് ഓരോ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മവും വ്യക്തവുമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ശരീരവും കെയർ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് അങ്ങനെ ജസ്റ്റ് തോന്നുന്നത്. എന്നാൽ ആ ഒരു പ്രായത്തിലും ഈ സ്റ്റണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഒരു പ്രായത്തിനെങ്കിലും മാനിക്കണം. അവാർഡ് കൊടുക്കുന്ന ആളുകൾ സംഘികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘികളുടെ മെഴുകലിന് വേണ്ടിയിട്ട് ലാലേട്ടനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിർത്തിയപ്പോൾ എന്ത് വൃത്തികെട്ട പരിപാടിയാണല്ലോ അവിടെ കണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പരാമർശം, ശശികലയുടെ ഒരു പരാമർശം വെച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് പല തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർക്കൊരു മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് ഒരിക്കലും ശശികല എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോട് ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസ്, വേടൻ്റെ വീഡിയോസൊക്കെ നോക്കി അറിയാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്കെതിരെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുക.